ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ നമ്മൾ ഈദ് ഷോപ്പിങ്ങും പിന്നെ എന്താ പറയുക കുറച്ച് ഓഫറിലും വിലക്കുറവിലെല്ലാം സാധനങ്ങൾ കണ്ടിട്ട് അങ്ങനെ അതെല്ലാം ഒന്ന് നോക്കാൻ പോയി. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാണുന്ന എന്താ പറയുക ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് ഞാൻ മുമ്പ് എടുത്തിട്ട് എനിക്കെന്തോ ഇട്ടിട്ട് അത്രയ്ക്ക് അങ്ങൊരു സുഖം തോന്നിയില്ല. അപ്പോൾ അതൊന്ന് തിരിച്ചു കൊടുക്കാനെല്ലാം വേണ്ടിയിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ഡ്രസ്സെല്ലാം ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ വൈകിട്ടൊന്ന് പുറത്ത് പോയി. അപ്പോൾ ആദ്യം ദേരയിലാണ് പോയത്. അപ്പോൾ അവിടുന്ന് ദേരയിൽ നമ്മൾ എടുക്കുന്ന സ്ഥിരം ഷോപ്പ് ഉണ്ടാവുമല്ലോ, പിന്നെ ഹസ്ബൻഡ് അറിയുന്നത് ഫ്രണ്ട്സിൻ്റെ അങ്ങനെ ആയിട്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കിയത്. അപ്പോൾ ആദ്യം അവിടെ നിന്ന് എടുത്തിട്ടുള്ള സൽവാറാണ് ഞാനിപ്പോൾ ഇട്ടിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അത് എന്തോ സ്റ്റിച്ചിങ് എന്താ അറിയില്ല, എന്തോ ഒരു ഇട്ടിട്ടൊരു അത്ര ഒരു കംഫർട്ട് തോന്നിയില്ല. അപ്പോൾ അതൊന്ന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് മാറ്റിയിട്ട് പകരം വേറെ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതായിരുന്നു. പിന്നെ ആദ്യം ഇത് അവിടെ പോയി പിന്നെ പ്രയറിൻ്റെ സമയം നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുക ഡ്രസ്സെല്ലാം ഒന്ന് നോക്കി. പിന്നെ അതൊന്നും ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഒരു നോക്കുന്ന തിരക്കിൽ ഷോപ്പിലെല്ലാം നല്ല തിരക്കായിരുന്നു. അങ്ങനെ 2 ഷോപ്പിലെല്ലാം കയറി ഇറങ്ങി. പിന്നെ അവരാദ്യം നമുക്ക് കുറേ ഫോട്ടോസെല്ലാം അയച്ചു തന്നിട്ടുണ്ടായിന്, പുതിയ വരുന്നതും അങ്ങനത്തെ എല്ലാം. അപ്പോൾ അതെല്ലാം ആ ഒരു കാറ്റലോഗെല്ലാം നോക്കി പിന്നെ എന്തെങ്കിലും ഒന്ന് നല്ല ഒന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഇട്ട് നോക്കാനുള്ള ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഇട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ റൂമിൽ കൊണ്ടുവന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നൊന്ന് പിന്നെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്താ പറയുക അങ്ങനെ എടുത്തതേനും. പിന്നെ അത് കൊടുത്തിട്ട് പകരം വേറെ എല്ലാം മേടിച്ച്. പിന്നെ ഇതാ ഞാൻ പിന്നെ അവിടെ നിന്ന് എടുത്ത 3 നൈറ്റ് മാക്സി ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച്. ഇത് ഒരു പ്രാവശ്യം എനിക്കിത് ഇങ്ങനത്തെ ഒരു തുണിയിൽ ഈ ഒരു മോഡൽ കൊണ്ടു തന്നിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എന്താ പറയുക അങ്ങനെ ഒരു ഫുള്ളായിട്ടല്ല, ഒരു ഫ്രോക്കിൻ്റെ എല്ലാം പോലെ, ഫ്രോക്കാണോ എന്താ അവർ ഉദ്ദേശിച്ചതെന്നറിയില്ല. പക്ഷെ അതെനിക്ക് പിന്നെ അധികം വലിയ ലോങ് ആയിട്ട് ഇടുന്ന ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് കയറിയിട്ടുള്ള പോലത്തെ. അപ്പോൾ വീട്ടിൽ നിന്നെല്ലാം ഇപ്പം നല്ല ചൂടല്ലേ, അപ്പം നമുക്ക് എന്തിട്ടാലും എന്താ പറയുക ഒരു നൈറ്റ് ഇങ്ങനത്തെ ഒരു മാക്സി ഇട്ടിട്ട് പണിയെടുക്കുമ്പോഴുള്ളൊരു സുഖം അതൊരു വേറെ തന്നെ. അപ്പോൾ ഒരു പ്രാവശ്യം എനിക്കിതിങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ ആ തുണിയും ആ ഒരു ഡിസൈനും എല്ലാം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ അതൊരു ബ്ലാക്കില്ലേനു. അപ്പോൾ അതിൻ്റെ തന്നെ ഞാൻ ഷീനിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഫ്രോക്കാണോ ഡ്രസ്സാണോ എന്താ അറിയില്ല. അപ്പോൾ ഇട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുപോലെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. അങ്ങനെ എടുത്തതാണ് ഈ 3 അങ്ങനെ അത് ഞാൻ പിന്നെ വീട്ടിലെത്തിയിട്ടൊന്ന് തുറന്നിട്ട് നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ നമ്മളെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. കുറച്ച് ലേറ്റ് ആയിനും. അങ്ങനെ ഡിന്നറിന് എല്ലാം ഓർഡർ ചെയ്താൽ ഫുഡെല്ലാം എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ദേരയിൽ തന്നെയാണ് നമ്മൾ ഉള്ളത്. പിന്നെ ദേരയിൽ തന്നെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് മുഹാവറെല്ലാം ഓൾട്രേഷൻ ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും കൊടുത്തെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവിടെ കൊടുത്ത് പിന്നെ സൽവാറും ഒന്ന് ഓൾട്രേഷൻ ചെയ്യാനുണ്ടായിന്. അപ്പോൾ അതെല്ലാം അവിടെ കൊടുത്തിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഇങ്ങനെ കുറേ എന്താ പറയുക പൂച്ചയുണ്ട് ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ കരയുന്നുണ്ടപ്പോൾ നമ്മളെ കയ്യിലുണ്ടായിനു. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഞാനിത് സ്റ്റെൻസിലെല്ലാം വാങ്ങി മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട്, പെരുന്നാളല്ലേ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോകുന്ന വഴിക്ക് ഹണി കേക്കിൽ കയറി. പിന്നെ അവിടെ പുതിയൊരു ഡ്രിങ്ക് ഉണ്ടല്ലോ, ഫലൂദയും എന്താ പറയുക ബ്രൗണിയും അങ്ങനത്തെ എല്ലാം. അപ്പോൾ ഇതേപോലെ ഒരു പെപ്സിൻ്റെ എല്ലാം ഒരു ക്യാനിലാണ് കിട്ടുന്നത്. അപ്പോൾ അന്ന് ഞാൻ സ്റ്റോറി ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിന് ഹണി കേക്ക്, ഇത് കേക്കാണോ ഇതിൻ്റെ ഉള്ളിൽ? അങ്ങനെയല്ല, ഹണി കേക്ക് എന്നത് ഷോപ്പിൻ്റെ പേരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് തലശ്ശേരി ഉണ്ട്, ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്ത് അത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ പുതിയ വന്ന ഒരു ഐറ്റമായിരുന്നു അത്. അപ്പോൾ കുടിക്കാനും നല്ല ടേസ്റ്റ് അത്. ഇപ്പം നല്ല ചൂടെല്ലാം ആയതുകൊണ്ട്. പിന്നെ ഇതൊരു കോട്ടക്കൽ ആയുർവേദത്തിൻ്റെ ഒരു ഷോപ്പിൽ കയറാനുണ്ടായിനും. അപ്പോൾ അവിടെ കയറി. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ചട്ടിയെല്ലാം കണ്ടിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ അന്ന് ഞാൻ എന്താ പറയുക ഇടുന്നൊരു ചട്ടി നോക്കിയിട്ടുണ്ടായിനു. പിന്നെ ഞാനൊരു ആയുർവേദിക് ക്രീം ഒന്നെടുത്ത് കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം അടങ്ങിയിട്ടുള്ള മുഖത്ത് നല്ലതാണെന്നെല്ലാം പറഞ്ഞിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊന്നും എടുത്തിട്ടുണ്ടായിന്. പിന്നെ സഫാരി മോളിൽ ഒന്ന് പോയി. ഇപ്പോൾ സഫാരി മോളിലെത്തി. ഇപ്പോൾ കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട്, ഒരുപാട് നാളായി തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ എന്തെല്ലോ എന്താ പറയുക ഈ ആക്സസറീസിൻ്റെ അങ്ങനത്തെ എല്ലാം ഷോപ്പിൽ എന്തെല്ലോ സെയിലുണ്ട് നല്ലതുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ എനിക്ക് സൽവാറിൻ്റെ കൂടെ കുപ്പിവെള്ളം ഇടാൻ പൂതിയായിട്ട് കുറേ നാളായി കുപ്പിവെള്ളം ഇടാനൊരു ഭയങ്കര ഒരു പൂതി.
അപ്പോൾ അങ്ങനെ അത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതേന്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവരിങ്ങനെ ഓരോന്ന് കാണിച്ചിരുന്നുണ്ട്. ഇതാ മോതിരെല്ലാം റിങ്ങെല്ലാം ഉണ്ടല്ലോ ഈ 10 ദിർഹംസിനും നല്ലതാ, കുറേ ഓഫറുണ്ട് ഇതായിട്ട്, ഇത് നോക്കുക അത് നോക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് എടുത്തിട്ട് കാണിച്ചിരുന്നുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഞാനിതാ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്ത്. അപ്പോൾ പിന്നെ കയറി സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ സൽവാറിൻ്റെ മേച്ചായ കാതിലയും മോതിരവും പിന്നെ കുപ്പിവള നോക്കി, പക്ഷെ അത് ഡ്രസ്സിന് മേച്ചായ കളറ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടില്ല. പിന്നെ ഈ വള കണ്ടപ്പോൾ ഞാൻ ഇതെൻ്റെ സിസ്റ്ററിനോ രണ്ടാളെടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവരത് നാട്ടിൽ നിന്ന് പൊന്നിൻ്റെ എന്തോ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതേ മോഡൽ കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്തുന്നുള്ളൂ. എന്തായാലും അവരിത് കാണുകയാണെങ്കിൽ കണ്ടോട്ടെ. പിന്നെ ഇതാ ഫുള്ള് റിങ്ങും പിന്നെ ബ്രേസ്ലെറ്റ് ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു സാധനം ഒരു കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പം അങ്ങനെ ആരും യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതാ കുപ്പിവള അയാളെന്തെല്ലോ എടുത്താൽ നിന്നേനും കുറേ, പക്ഷെ എനിക്ക് പറ്റിയ കളറില്ല. പിന്നെ അവിടെ നിന്ന് വേറെ എന്തെല്ലോ വാങ്ങി, കുറേ ഓഫറിൽ എന്തൊക്കെയോ ഉണ്ട് നല്ല സാധനങ്ങൾ തന്നെ. പിന്നെ അതിൻ്റെ മേലെ സൽവാറിൻ്റെ എന്തെല്ലോ ഷോപ്പെല്ലാം ഉണ്ടായിന്ന് പറയുന്ന കേട്ടിന്. പിന്നെ എന്തെല്ലോ റീൽസിലും ടിക്ടോക്കിലെല്ലാം കണ്ടിട്ടുണ്ടായിനേനും. അപ്പോൾ അതെല്ലാം നോക്കാമെന്ന് വെച്ചിട്ട് പോയ, പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും ലേറ്റ് ആയതുകൊണ്ട് കുറേ ഷോപ്പെല്ലാം ഇങ്ങനെ ക്ലോസ് ചെയ്യേണ്ട സമയമായിന്. പിന്നെ തിരക്ക് പിടിച്ചിട്ട് നോക്കണ്ട, പിന്നെ വരാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതാ കുറച്ച് മുമ്പോട്ട് നടന്നപ്പോഴാണ് പാത്രങ്ങളുടെ ഒരു സെക്ഷൻ തന്നെ കണ്ടത്. കുറേ ഓഫറും എന്താ പറയുക സെയിൽ എന്നെല്ലാം പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിന്. ഫുൾ ഡിന്നർ സെറ്റ്, പിന്നെ എന്താ പറയുക വേറെ ഇങ്ങനത്തെ കുറേ സെറ്റും കാര്യങ്ങളെല്ലാം എന്താ പറയുക നല്ല പ്രൈസിനെല്ലാം ഉണ്ടായിനേനു. പിന്നെ നോക്കുമ്പോൾ പിന്നെ എല്ലാം എനിക്ക് അങ്ങനെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ടും, പിന്നെ ചിലത് നോക്കുമ്പോൾ കപ്പ് ഭയങ്കര വലിയ സൈസ്, അതുകൊണ്ട് ഞാൻ പിന്നെ അത് അവിടെ തന്നെ വെച്ച്. പിന്നെ എന്താ പറയുക ചിലതെല്ലാം നല്ല രസമുള്ളതുണ്ട്, ഇങ്ങനെ കണ്ടെയ്നറെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇത് എല്ലാം എനിക്ക് ആവശ്യമുള്ളതൊന്നല്ല കേട്ടോ, ഞാൻ ആവശ്യമുള്ളത് മാത്രമേ വാങ്ങിക്കലുള്ളൂ. പിന്നെ ഇങ്ങനെ ഇടുമ്പോൾ ആരെങ്കിലും എന്താ പറയുക ഒരു 10 പേര് കണ്ട് ഒരു 5 ആളിൽ ഏതെങ്കിലും ഒരു 2 പേരെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഉപകാരപ്പെടുമല്ലോ, പെടുവാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ടിടുന്നതാണ്. പിന്നെ കണ്ടാൽ നമുക്ക് എന്തായാലും നോക്കാനും വാങ്ങിക്കില്ലെങ്കിലും എല്ലാം ഒന്ന് കാണാനും വീഡിയോ എടുക്കാനും എല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഇതാ അന്ന് ഞാൻ ഡേ ടു ഡേൻ്റെ എന്താ പറയുക കുറേ ഷോപ്പിങ്ങെല്ലാം ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിന്, ആരൊക്കെയോ പോയി എന്തൊക്കെയോ വാങ്ങി എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജെല്ലാം വെച്ചിട്ടുണ്ടായിനേനും. അതേപോലെ ബുർക്കൻ്റെ ഷോപ്പ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ പറയുക അറിയാത്തവരുണ്ടെങ്കിൽ പോയി നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതാ ഗ്ലാസ്, പിന്നെ പുഡിംഗ് ബൗളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നല്ല ചെറിയ പൈസക്കെല്ലാം ഉണ്ട്, കാണാനും എല്ലാം നല്ല. പിന്നെ എനിക്കിങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ വില കുറഞ്ഞിട്ടുള്ള അതെല്ലാം വാങ്ങിക്കാനും നോക്കാനും ഭയങ്കര ഇഷ്ടം. പിന്നെ ഇതാ അതന്നെ. അപ്പോൾ അവിടെ നിന്ന് ഞാനിങ്ങനെ കുറേ വീഡിയോ എടുത്തതന്നേ ഉള്ളൂ. പിന്നെ കുറേ ആൾക്കാരെല്ലാം ഉള്ളതുകൊണ്ട് അവരെ മുഖമൊന്നും ഇതിൽ പെട്ടുകൊണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുള്ളായിട്ട് എടുക്കാനും പറ്റുന്നില്ല. പിന്നെ എനിക്കിതാ ചെടി നോക്കണമായിരുന്നു. ഇനിയിപ്പോൾ പൂവെല്ലുള്ള ചെടി ഞാൻ വിട്ടു, അത് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ അതെല്ലാം വാടി ഉണങ്ങിപ്പോകുന്നു. അപ്പോൾ ഇതേപോലത്തെ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കണ്ടപ്പോൾ അവിടെ ഒന്ന് കയറി. അപ്പോൾ മെയിനായിട്ട് ചെടിയും കൂടി നോക്കാമെന്ന് വിചാരിച്ചിട്ട് കയറി. അപ്പോഴാണ് ഈ പാത്രങ്ങൾ ഇതെല്ലാം കണ്ടത്. അപ്പോൾ ഞാൻ ചെടി മറന്നു, പാത്രങ്ങളിലേക്കായിപ്പോയി. ഇതേപോലത്തെ ഒന്ന് വാങ്ങിക്കണം. നമ്മൾ ഈ പാർക്കിലും ഇങ്ങനെ ഗെറ്റ് ടുഗെദറെല്ലാം പോകുമ്പോൾ ചായ എല്ലാം ഉണ്ടാക്കാനും പുറത്തെല്ലാം പോകുമ്പോൾ കൊണ്ടുപോകാനെല്ലാം നല്ല സാധനമാണെന്നെല്ലാം. പിന്നെ നമുക്ക് പുറത്തെല്ലാം പോയിട്ട് ചായ എല്ലാം ഉണ്ടാക്കാൻ നല്ല മടിയായിരിക്കുമല്ലോ, വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നത്. ഇനി പുറത്ത് പോയാലും വീണ്ടും പണിയെടുക്കണ്ടല്ലോ എന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുക. പക്ഷേ എല്ലാവരും കൂടുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ എന്തായാലും നോക്കി വെച്ചതാണ്, വാങ്ങിയിട്ടില്ല. പിന്നെ ഇതിങ്ങനെ അരിയെല്ലാം ഇട്ട് വെക്കൂലേ, എന്താ പറയുക നാട്ടിലെല്ലാം പോകുന്നതായിരിക്കണം, നല്ല ഉപകാരമായിരിക്കും കേട്ടോ. ഇതേപോലെ വലിയ വലിയ കണ്ടെയ്നറിൽ നമ്മൾ അരി പഞ്ചസാര അങ്ങനെ ഇടാൻ. പിന്നെ ഇത് സാരി ബോക്സ് ആട്ടോ. പക്ഷേ എന്താ ഒരുപാട് സാരിയിലുള്ളവർക്ക് ഇത് കുറേ ബോക്സ് വാങ്ങേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തൊന്നുള്ളൂ. പക്ഷേ എനിക്ക് സാരിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താ പറയുക എനിക്ക് ആവശ്യമില്ല. പിന്നെ ഇതും കാണാൻ എന്തോ ഒരു രസമുണ്ടായിരുന്നു. 39 എന്താ പറയുക ഇങ്ങനെ എത്ര പീസാണ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, എൻ്റെ വീഡിയോ കാണുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ ആടുന്നെല്ലാം അങ്ങനെ കുറച്ചെന്തെല്ലാം നോക്കി. പിന്നെ ഈ
ചെറിയൊരു പൂളുണ്ടല്ലോ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ നമുക്ക് വീട്ടിൻ്റെ എല്ലാം മേലെയോ അങ്ങനെയുള്ള സ്വിമ്മിംഗ് പൂൾ റെഡിയാക്കാൻ എന്നിട്ട് പണ്ട് നമ്മൾ നാട്ടിൽ പോകുമ്പം എടുത്തില്ല എന്ന് എന്താ പറയുക അവർ പറയുന്ന രീതിയിൽ കൊണ്ടുപോകാൻ തന്നെ വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട മതി, അതെല്ലാം ഒരു വലിയ മെനക്കെട, വീട്ടിൻ്റെ മുറ്റത്തെല്ലാം എന്ത് പൂളെല്ലാം ആക്കിയിട്ട് എന്ത് ചെയ്യാനാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വില്ലേജ് പറയാവും അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പിന്നെ അതവിടെ തിരിച്ചു വെച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പോൾ ആ സാധനം കണ്ടപ്പോൾ ഇപ്പം എനിക്കത് ഓർമ്മ വന്ന്. പിന്നെ നമ്മൾ താഴെ സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയപ്പോൾ അവിടെയും ഫുള്ള് പാത്രങ്ങളും ഇതും തന്നെ. ഇവിടെ പിന്നെ അങ്ങനെ ഓഫറും കാര്യമൊന്നും കാണുന്നില്ല, അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഈ ഒരു ഷേപ്പെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ ഇങ്ങനെ 1-2 മേടിച്ചത് ഞാൻ യൂസ് ആക്കാണ്ട് വെച്ചതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം വിലയുണ്ട്, നല്ല ക്വാളിറ്റിയും കാണാനും അതിൻ്റെ ഒരു ലുക്കും ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മളെപ്പോൾ യൂസ് ആക്കുന്നതും എന്താ പറയുക എന്തുണ്ടാക്കാനും ഇതേപോലത്തെ പാത്രമല്ലേ. പിന്നെ അത് കുറച്ച് വില ഉള്ളതും പിന്നെ ഇത്തിരി കൂടി വില കുറഞ്ഞത് വേണമെങ്കിൽ ഇങ്ങനത്തെ സംഭവമുണ്ട്, പാനലുണ്ടല്ലോ, 2-3 ഓഫറുള്ള. അപ്പോൾ ഇതിൻ്റെ എല്ലാം വില നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടി വില കുറഞ്ഞതാണ്, എന്നാലും ഇതും നല്ല സാധനം തന്നെ. ഇവിടെ നിന്നെല്ലാം വാങ്ങിക്കുന്ന ഡേ ടു ഡേ പോലത്തെ അല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഞാൻ കുറേ വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കിയതിന് ഒന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം വാങ്ങുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റി എന്താ പറയുക യൂസ് ആക്കാമല്ലോ. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പാത്രങ്ങളും ഇതെല്ലാം ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പ്രൊമോഷനാണോ എന്ന്. പക്ഷേ പ്രൊമോഷനൊന്നുമല്ല കേട്ടോ, അതിന് മാത്രമല്ല അതിനൊന്നും അറിയില്ല. പിന്നെ പ്രൊമോഷൻ വരാറുണ്ടോ അങ്ങനെയല്ലോ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ പ്രൊമോഷൻ്റെത് എനിക്കിങ്ങനെ പാത്രങ്ങളൊന്നുമല്ല, ഇത് ആക്സസറീസ് ക്രീമെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ബ്രാൻഡ് എനിക്ക് ഓർമ്മയില്ല, എന്തൊക്കെയോ മെയിൽ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ അറിയാത്തൊരു ബ്രാൻഡും എന്താ പറയുക. അപ്പോൾ ഞാൻ പിന്നെ പ്രൊമോഷനൊന്നും എനിക്കങ്ങനെ അതിനോടൊന്നും എടുക്കണമെന്നും അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ചിലപ്പോൾ ഫേക്കാണോ അല്ലെങ്കിൽ തട്ടിപ്പാണോ എന്തോ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ട് അറിയപ്പെടാത്തൊരു ബ്രാൻഡെല്ലാം ആയതുകൊണ്ടും അപ്പോൾ അതൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. അത്രയ്ക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ. പിന്നെ ഈ ഒരു ചീസ് കേക്ക് ഉണ്ടല്ലോ, ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക അങ്ങനത്തെ 1-2 ഫ്ലേവർ എടുത്ത് ഇപ്പം തന്നെ നല്ലോണം ലേറ്റായി. വിചാരിച്ച സാധനമൊന്നുമല്ല എടുക്കുന്ന, വേറെന്തെല്ലോ നോക്കുന്നതും. അപ്പോൾ ലാസ്റ്റ് ഓർമ്മ വന്ന് 2-3 വെജിറ്റബിൾസ് എടുക്കണമെന്ന് അങ്ങനെ ഓടിപ്പോയി തിരക്കിട്ടിട്ട് അതെല്ലാം എന്തെല്ലോ എടുത്ത് പിന്നെ ലേറ്റായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.